ഹലോ, സാജീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു സ്പെഷ്യൽ മീൻ കറിയാണ്. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കിയാലോ. മീൻ കറിക്കുള്ള ചേരുവകൾ നോക്കാം. ഇത് എണ്ണയാണ്, പിന്നെ ഉപ്പ്, പിന്നെ മുളക് പൊടിയുണ്ട്, മഞ്ഞൾപ്പൊടി, പിന്നെ ഇത് സവാള, തക്കാളി കട്ട് ചെയ്തത്, പച്ചമുളക് കട്ട് ചെയ്തത്, ഇത് ഇഞ്ചി വെളുത്തുള്ളിയാണ്. ഇഞ്ചി വെളുത്തുള്ളി കട്ട് ചെയ്താണ്, പിന്നെ ചതച്ചതല്ല. ഇത് കറിവേപ്പില, ഇത് വഴറ്റിയിടാനുള്ള ചെറിയ ഉള്ളിയാണ്, അത് കട്ട് ചെയ്ത് വെച്ചത്. ഞാൻ കുടംപുളിയാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വാളംപുളി ഉപയോഗിക്കാം. ഞാൻ കുടംപുളിയാണ് ഉപയോഗിക്കുന്നത്. ഇത് അതിനുള്ള തേങ്ങാപ്പാലാണ് പിഴിഞ്ഞ് വെച്ചത്. പിന്നെ മീൻ, അത്ര ഐറ്റംസാണ് ഉള്ളത്. ഫിഷ് കറി ഇനി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം ചട്ടി വെച്ചിട്ട് ചട്ടി ചൂടാവുമ്പോൾ എണ്ണ ഒഴിക്കുക. എണ്ണ ഒഴിച്ച് കഴിഞ്ഞിട്ട് എണ്ണ ചൂടായി കഴിയുമ്പോൾ 2 സവാള കട്ട് ചെയ്തത് അതിലിടുക. അതിന് കുറച്ച് വഴഞ്ഞ ശേഷം മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ് ഇട്ടിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത ശേഷം ഒരു 3 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ഇടുക. അതിന് ശേഷം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയാണ്. ഇഞ്ചി വെളുത്തുള്ളി നമുക്ക് ഒരു 3-4 അല്ലി വെളുത്തുള്ളിയും കുറച്ച് ഇഞ്ചിയും കട്ട് ചെയ്തത് അതിലേക്ക് ഇടുക. എന്നിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്ത് ഒന്നും കൂടി വഴറ്റുക. വഴറ്റി കഴിഞ്ഞിട്ട് നമുക്കതിൽ കുറച്ച് ഒരു 3-4 പച്ചമുളക് കട്ട് ചെയ്തിട്ടിടാം. എന്നിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞ് അതൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് മുളക് പൊടി നിങ്ങളെ എരിവിനനുസരിച്ച് ചേർക്കാവേ. ഞങ്ങൾക്ക് എരിവാണ് ഇഷ്ടം, അതുകൊണ്ട് ഞാൻ ജാസ്തി എടുത്തത്. അത് എല്ലാം കൂടി അടിക്ക് പിടിക്കരുത്, സിമ്മിൽ വയ്ക്കണം. എന്നിട്ട് വേണം മിക്സ് ചെയ്യാൻ. മിക്സ് ചെയ്ത് എല്ലാം യോജിച്ച ശേഷം അതിൻ്റെ പച്ചപ്പ് മാറിയ ശേഷം നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യുക. ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമുക്ക് ഇത് മിക്സ് നമുക്ക് ചൂടാറുന്ന വരെ വെയിറ്റ് ചെയ്യാം. അത് കഴിഞ്ഞ് മിക്സി എടുത്ത് അതിൽ ജാറിലേക്ക് ഇട്ട് കുറച്ച് വെള്ളം ഒഴിക്കണേ. ഒരുപാട് ഒഴിക്കരുത്, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കുക. അങ്ങനെ നമ്മൾ ഇത് മിക്സ് അരച്ച് മാറ്റി വെച്ചിട്ടുണ്ട് മസാല. ഇനി നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ച് അത് ചൂടാകുമ്പോൾ കുറച്ച് എണ്ണ ഒഴിക്കുക. എണ്ണ ഒഴിച്ച് എണ്ണ ചൂടാകുമ്പോൾ അതിൽ ചെറിയ ഉള്ളിയില്ലേ, കുഞ്ഞുള്ളി, അത് കട്ട് ചെയ്ത് ഇടുക. കുറച്ച് പച്ചമുളക് ഇടുക. അത് ഇളക്കി മിക്സ് കുറച്ച് വഴുതി കഴിയുമ്പോൾ നമുക്ക് വഴറ്റി ഇതായി കഴിയുമ്പോൾ അടുത്തത് നമുക്ക് കുറച്ച് കറിവേപ്പില ഇടാം. കറിവേപ്പില നല്ല സ്മെല്ല്, നമ്മളെ മലയാളികളുടെ ഏറ്റവും വലിയ സ്പെഷ്യലല്ലേ കറിവേപ്പില. അതിന് വേറൊരു നല്ല സ്മെല്ലാണ് അത് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ. നമുക്കതിടാം. ഇട്ട് മിക്സായ ശേഷം ഈ അരച്ച് വെച്ച മസാല അതിലേക്ക് ഇടുക. എന്നിട്ട് ഒന്നും കൂടി നല്ല മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് ഉപ്പ് നോക്കണം. ഉപ്പില്ലെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടി ഉപ്പ് ഇടുക, നിങ്ങളുടെ ഉപ്പിനനുസരിച്ച് ഇടുക. അതിന് ശേഷം നമ്മളെ കുടംപുളിയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് വാളംപുളി ഉപയോഗിക്കുന്നവർക്ക് അത് ഉപയോഗിക്കാം. ഞാൻ രണ്ടും ഉപയോഗിക്കാറുണ്ട്, പക്ഷേ ഇതിന് ഞാനിതാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇതിന് ടേസ്റ്റ് കൂടുതലാണ്. നമുക്കത് മിക്സ് ചെയ്ത ശേഷം ഇളക്കി വയ്ക്കുക. അത് ഒന്ന് അടുപ്പിൽ വെച്ച് കുറുകിയ ശേഷമേ ഞാൻ മീനിടുള്ളൂ. ഇനി നമുക്കതിൽ മീനിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. കയ്യിൽ സോഫ്റ്റായിട്ട് ഇളക്കണേ, അല്ലെങ്കിൽ മീൻ പൊട്ടിപ്പോവും. ഞാൻ യൂസ് ചെയ്തേക്കുന്ന ആവോലി മുള്ളനാണ്. ഇതിൻ്റെ പേര് ഇവിടെ പറയുന്ന പേര് എനിക്ക് അറിയാത്തുള്ളൂ. ഇനി നിങ്ങളെന്താ അതിന് പേരെന്ന് എനിക്കറിയില്ല. അത് കമൻറ്റ് ബോക്സിൽ ഇടണം എന്താ പേരെന്ന്, എനിക്കറിയത്തില്ല. നമ്മളത് മിക്സ് ചെയ്തിട്ട് നമുക്കത് തിളയ്ക്കാൻ വയ്ക്കാം, മൂടി വെക്കാം. മൂടി വെച്ചിട്ട് അത് വേവുന്ന വരെ വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമുക്ക് മൂടി തുറന്ന് നോക്കും. വെന്തിട്ടുണ്ട്, മീൻ എല്ലാം മിക്സ് ആയിട്ടുണ്ട്, ഉപ്പ് എല്ലാം പാകത്തിനായിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങാപ്പാൽ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് തിളയ്ക്കരുത്, ജസ്റ്റ് ഒന്ന് ചൂടാവാനേ പാടുള്ളൂ. ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ മേലെ കുറച്ച് കറിവേപ്പില ഇട്ട് സെറ്റ് ചെയ്യാം. ഇതെല്ലാവരും വീട്ടിൽ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റാണ്. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെ വെച്ച് ചെയ്യുന്നതാണ്. അത് നിങ്ങൾ ചെയ്തിട്ട് എങ്ങനെയാണെന്ന് അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടുക.
ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലേക്ക് പ്രസ് ചെയ്യുക. എൻ്റെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് അടുത്ത വീഡിയോയുമായി അടുത്ത ദിവസം കാണാവേ. ബായ്.